യെസ് മക്കൾസ്. സോ നമ്മളിതേ ക്ലാസ് 9th കഴിഞ്ഞ് നമ്മളുടെ ക്ലാസ് 10th ജേർണിയിലേക്ക് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുള്ളൂ അല്ലേ. ഈ ഒരു ജേർണിയിൽ നമുക്കറിയാം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. CBSE ക്ലാസ് 10th ബോർഡ് എക്സാമിൽ എഴുതാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് പബ്ലിക് എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഡ്രീംസും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് 10 ജേർണിയിലേക്ക് കാലെടുത്ത് വെച്ചെന്ന് മിസ്സിനെ നന്നായിട്ട് അറിയാം. സോ ആ ഒരു ജേർണിയിൽ ഞങ്ങൾക്കും കൂടെ പാട്ടാവാൻ പറ്റിക്കഴിഞ്ഞാൽ വി വിൽ ബി വെരി ഹാപ്പി. എങ്ങനെയാണെന്നല്ലേ ഐ ടെൽ യു. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് 10th ജേർണിയിൽ നിങ്ങൾക്കൊന്നും അറിയില്ല തുടക്കത്തിൽ അല്ലേ. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ക്ലാസ് 10th നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മാർക്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുക, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ക്ലാസ് 10th നമുക്ക് ഭയങ്കര സൂപ്പർ ആവണം, നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് എവിടെ തുടങ്ങണമെന്ന് നമുക്കറിയില്ല, എങ്ങനെ തുടങ്ങണം നമുക്കറിയില്ല, ഏത് ലെവലിൽ പഠിച്ചു തുടങ്ങണം നമുക്കറിയില്ല. ഇപ്പം തന്നെ എത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചാലാണ് ഫെബ്രുവരി ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോഴേക്ക് നമ്മുടെ എക്സാം ആകുമ്പോഴേക്ക് പക്കാ ക്ലിയർ രീതിയിൽ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് റിവൈസും ചെയ്ത് ക്വസ്റ്റ്യൻസും ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് മാറാൻ പറ്റും എന്നുള്ളത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. എന്നാൽ ആ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്, എജുപോർട്ട് ഉള്ളത്. സോ എജുപോർട്ട് ഇസ് ഇൻട്രൊഡ്യൂസിങ് ദ ക്ലാസ് 10 CBSE സൂപ്പർ ബാച്ച്. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് 10th CBSEയിൽ നിങ്ങൾക്ക് സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു അസ്. അതായത് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, നമ്മളുടെ ഓൾറെഡി പഠിച്ചിറങ്ങിയ നമ്മളുടെ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദെയർ ഫീഡ്ബാക്സ്. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ലൈക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങളെ ഭയങ്കര പൊക്കി പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. നമ്മളുടെ സ്റ്റുഡൻസ്, നമ്മുടെ ഏതെങ്കിലും ഓൾഡ് സ്റ്റുഡൻസിൻ്റെ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ അത്ര ക്വാളിറ്റിയിൽ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എക്സാം സമയത്ത് നമ്മൾ തരുന്ന ജസ്റ്റ് നമ്മളുടെ ലൈവ് മാരത്തോൺ ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ക്ലാസ് 10 CBSEയിൽ എത്ര ലെവൽ അല്ലെങ്കിൽ ഏത് ലെവലിൽ നിങ്ങൾക്ക് ക്ലാസ് തരണം എന്നുള്ളത് ഞങ്ങൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. ആൻഡ് വി സെലക്ട് ദാറ്റ് ക്വസ്റ്റ്യൻസ് ടു. നിങ്ങൾക്ക് ഏത് എന്താ പറയുക ക്വസ്റ്റ്യൻസ് എക്സാമിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഏത് ലെവലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, ആ ഒരു കറക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ ആ ഒരു പേസിൽ തന്നെയാണ് നമ്മളുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളത് വെറുതെ നിങ്ങളെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സസ് തന്ന് ഫെബ്രുവരി ആക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്ലാൻ. വി ഹാവ് എ ക്ലിയർ പ്ലാൻ വിത്ത് അസ്. അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മാർച്ച് 16th കറക്റ്റ് മാർച്ച് 16th തുടങ്ങി നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ടാസ്ക് ഷെഡ്യൂൾ ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാ ദിവസവും. അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടൈം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 45 minutes 1 hour 1:15 ആ ലെവലിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡി ഹവേഴ്സ് ഉണ്ടാവുക. സോ രാവിലെ എണീറ്റത് മുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടൈം സെറ്റ് ചെയ്യാം. ഏതർ ഇറ്റ്സ് ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കംപ്ലീറ്റ് ടാസ്കും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മളുടെ എന്തിലേക്ക് പോകാൻ പറ്റും, ഡെയിലി ഷെഡ്യൂളിലേക്ക് പോകാൻ പറ്റും. സോ ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ ഷെഡ്യൂൾ പ്ലാൻ ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നുണ്ടാകും. അതും ഓരോ ചാപ്റ്റർ നിങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ചാപ്റ്റർ വൈസ് സൂം ഡിസ്കഷൻ ഉണ്ടാവും ലൈവായിട്ട്, അതായത് വിത്ത് ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ ഫാക്കൽറ്റീസ്. ആരാണോ ഏത് ടീച്ചറാണോ നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്തിട്ടുള്ളത് ആ ടീച്ചറുമായിട്ടുള്ള ലൈവ് ഇൻട്രാക്ഷനുള്ള സൂം ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, തരുന്നുണ്ടാകും. അതുവഴി നിങ്ങൾക്ക് നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടതിന് ശേഷം ഫാക്കൽറ്റീസുമായിട്ട് കംപ്ലീറ്റ് ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സൂം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതോ കൂടാണ്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ വൈസ് എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പ് ത്രൂ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും കേട്ടോ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ക്ലാസ് 10 CBSEയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒറ്റ ക്ലിക്കിൽ അല്ലെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് അതിൽ കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. എവറി ചാപ്റ്റേഴ്സ് വിൽ ബി ദെയർ. ആൻഡ് ഈ ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്യൂടാ, ഓൾമോസ്റ്റ് എന്നല്ല കംപ്ലീറ്റ് സിലബസ് നമ്മൾ കറക്റ്റ് ഡിസംബർ ആകുമ്പോഴേക്കും ഏകദേശം ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കറക്റ്റ് ടൈം ലൈൻ വരെ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇന്ന ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് തീർക്കും. ഡിസംബർ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കും. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഇത് കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ടൈം ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂൾ തന്നിട്ട് ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നു. അതിനുശേഷം ഡിസംബർ മുതൽ ജാനുവരി വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ 40-day ചാലഞ്ച്. കംപ്ലീറ്റ് സിലബസും ഒരു 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് തരുന്ന ഒരു ചാലഞ്ചാണ് നമ്മൾ ഈ ഡിസംബർ ടു ജാനുവരി വരെ നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡെയിലി
റിവിഷൻ ലൈവ്സ് ഉണ്ടാകും. ആനുവൽ പബ്ലിക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി റിവിഷൻ പ്ലാനിൽ നമ്മൾ പോകുന്ന ലൈവ് സെഷൻസ് വിത്ത് ദ ഫാക്കൾട്ടീസ്, ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന റിവിഷൻ ലൈവുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. അത് കഴിഞ്ഞ് ജാനുവരി മുതൽ ഫെബ്രുവരി നമ്മുടെ എക്സാം ആവുന്നവരെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എക്സാം ഫോക്കസ്ഡ് ഫുൾ മോക്ക് ടെസ്റ്റുകളായിരിക്കും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്നു. ഡിസംബർ ടു ജാനുവരി നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് കഴിയുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി വരെ നമ്മൾ എന്ത് ചെയ്യുന്നടാ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, എക്സാം അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ക്ലാസ് ഇൻ CBSE ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ ഇതിലും നല്ല പ്ലാൻ നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇത് ഞങ്ങൾ പൊക്കി പറയാൻ വേണ്ടി പറയുന്നില്ല. വി ഹാവ് ദാറ്റ് പ്ലാൻ. നമ്മളിത് ഓൾറെഡി നമ്മളുടെ പഠിച്ചിറങ്ങിയ കുട്ടികളിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുവരുന്നൊരു പ്ലാനാണ്. അത്രയും അടിപൊളി ക്ലാസ്സസ് മിസ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം നമുക്ക് അത്രയും ഉറപ്പ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. അത്രയും അടിപൊളി നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ക്ലാസ് ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും. സോ അതും എജുപോർട്ട് ആപ്പിൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡെയിലി ഷെഡ്യൂൾസ് നമ്മൾ തരുന്നുണ്ടാവുക. അതിനുശേഷം എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവ് സെഷൻസ് നമ്മൾ തരും കേട്ടോ. എക്സാം പ്രിപ്പറേഷൻ സെഷനൊക്കെ വേണ്ടിയിട്ട് എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ട്രെൻഡ് അനാലിസിസ് ആൻഡ് PYQ ഡിസ്കഷൻ, അതായത് നിലവിലുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് എക്സാംസിൻ്റെ പാറ്റേൺസ് മാറി വരാറുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് മാറി വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. അതിനനുസരിച്ചുള്ള PYQ ഡിസ്കഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. വീക്ക്ലി ലൈവ് ക്ലാസ്സസ് ഓൾമോസ്റ്റ് ഒരു വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു വീക്ക് തന്നെ അതിൻ്റെ ലൈവ് ക്ലാസ്സും, അതായത് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും വിത്ത് ഫാക്കൾട്ടീസ്. അതേപോലെ തന്നെ കരിയർ ഗൈഡൻസ് സെഷൻസ്, അതായത് നിങ്ങൾക്ക് മോട്ടിവേഷണൽ സെഷൻസ്, കരിയർ ഗൈഡൻസ് സെഷൻസ്, നിങ്ങൾ 10th കഴിഞ്ഞിട്ട് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ 10th നിങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പല ക്ലാസ്സുകളും അല്ലെങ്കിൽ പല സെഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്സ് ആയിട്ട്, അതായത് കരിയർ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ആൻഡ് ഇതിൽ നമുക്ക് തരാൻ പോകുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കംപ്ലീറ്റ് സബ്ജക്ട്സ്. നിങ്ങളുടെ ക്ലാസ്സിൽ CBSE ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടോ ആ സബ്ജക്ട്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ആൻഡ് അറബിക് ഓൾസോ. അറബിക് മിസ് ഇതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അറബിക് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും സബ്ജക്ട്സ് ഓൾമോസ്റ്റ് എത്രയുണ്ട് നോക്കിക്കേ, 3, 6, 9, 12 ഓൾമോസ്റ്റ് 12 സബ്ജക്ട്സ് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലാംഗ്വേജ് നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇതിന് പുറമെ നിങ്ങൾക്ക് തന്നെ നമ്മൾ തരാൻ പോകുന്ന നമ്മളുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള, നമ്മളുടെ വളരെ എന്താ പറയുക, നമ്മളുടെ അത്രയും എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് നമ്മളുടെ മാത്സ് ബ്രിഡ്ജ് കോഴ്സ്. അതായത് മേക്കിംഗ് മാത്സ് ഈസി ഫോർ യു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ് 10 CBSE നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഓൾറെഡി ക്ലാസ് 10th കഴിഞ്ഞൊരു കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മാത്സ് ആണ്. ഈ മാത്സ് ടഫ് ആവാനുള്ള മെയിൻ റീസൺ എന്താ, നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കറക്റ്റ് ബേസ് അറിഞ്ഞ് അല്ലെങ്കിൽ ആ ഫൗണ്ടേഷനുള്ള ഒരു കുട്ടിക്ക് മാത്സിൽ ഏത് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ബേസ് ഉണ്ടാക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബേസ് വരുന്നത് നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ക്ലാസ്സസിലൂടെയാണ്. അതായത് 7th, 6th, 7th, 8th, 9th നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുടെ കറക്റ്റ് അപ്ലിക്കേഷൻ ലെവലിൽ ആ ഒരു ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മാത്സ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മാത്സ് ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മാത്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ പോലും മിസ്സാവില്ല. ആ കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ്സസ് തരിക. സോ ആ ഒരു മാത്സ് ബ്രിഡ്ജ് കോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ വെരി ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, അതായത് എജുപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ അല്ലെങ്കിൽ CBSE കുട്ടികൾക്ക് നമ്മൾ തരുന്നതിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറാണ്. കാരണം നിങ്ങളുടെ മാത്സ് കിഡിലനായിട്ട് മാറും. നിങ്ങൾ ആ ക്ലാസ് കാണുന്നതോടുകൂടി നിങ്ങളുടെ കംപ്ലീറ്റ് ബേസും സെറ്റാകും. അത് കണ്ടു കഴിഞ്ഞൊരു കുട്ടിക്ക് പിന്നീട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ക്ലാസ്സസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് പ്രോബ്ലംസ് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ. ദെൻ ഇതിന് പുറമെ, അതായത് ക്ലാസ്സസ് മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറും ക്ലാസ്സസ് മാത്രമാണ് തരുന്നത്, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് പുറമെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്സ് ഉണ്ടാവും. ക്വിക്ക് കൺസെപ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മൈൻഡ് മാപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിൻ്റെയും PYQs വിത്ത് സൊല്യൂഷൻസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. സ്പെഷ്യലായിട്ട് അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാവും. അതായത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് 2 നോട്ട്സാണ് കിട്ടുക. ഒരു നോട്ട് എന്ന് പറയുന്നത് ഫാക്കൾട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് എഴുതുന്ന ഒരു നോട്ട് കിട്ടും. അതിന് പുറമെ ഒരു ചാപ്റ്ററിൻ്റെ ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആപ്പിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൈക്രോ ബിറ്റ്സ് തരുന്നുണ്ട്. അതായത് മൈക്രോ ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഷോർട്ട് നോട്ടുകൾ. നിങ്ങൾക്കൊരു എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ്, അല്ലെങ്കിൽ മൊത്തം ഒന്ന് ഓടിച്ച് നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ രാവിലെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൈക്രോ ബിറ്റ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത്രയും ഷോർട്ടായിട്ടുള്ള വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോട്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾ എഡ്യൂപോർട്ടറെ ചൂസ് ചെയ്യണം? കാരണം ഈ ഒരു എന്താ പറയുക, ബാച്ച് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ CBSE ക്ലാസ് 10 ജേർണിയിൽ എന്തുകൊണ്ട് ഞങ്ങളെ പാട്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് എന്താ പറയുക, വെറുതെ അല്ലെങ്കിൽ നിങ്ങളൊരു പൈസ അടച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ബാച്ചിലേക്ക് വന്ന് വെറുതെ കുറച്ച് ഫീസ് അടച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാന്നുള്ളതല്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് വരുന്ന ഓരോ കുട്ടീൻ്റെ അടുത്തും നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ തന്നെയായിരിക്കും ആ കുട്ടീനെ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവുക. നമ്മുടെ എഡ്യൂപോർട്ടിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സീനിയേഴ്സിനോട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലെവലിലാണ് നമ്മുടെ ക്ലാസ്സസ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗ്ലോബലി വെച്ചിട്ട് കിട്ടാവുന്നതിൽ വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എഡ്യൂപോർട്ട് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എന്തുകൊണ്ട് എഡ്യൂപോർട്ടിനെ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാത്ത് എക്സ്പേർട്സുകളായിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അതായത് ഓരോ കുട്ടിക്കും മെൻറ്റേഴ്സ് ഉണ്ടാവും. മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ദിവസത്തിൽ ഏകദേശം എല്ലാ സമയത്തും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങളെ പുഷ് ചെയ്യാനും, ഇപ്പോൾ ക്ലാസ്സസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കാനും ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഈ മെൻറ്റർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയുന്നു, ദേ വിൽ ബി മാത്ത് എക്സ്പേർട്സ്. കാരണം നിങ്ങളുടെ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ഏതാ? മാത്താണ്. സോ ആ മാത്തിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തരാൻ പറയുന്നതാണ്, അതായത് മാത്ത് എക്സ്പേർട്സുകളായിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ മാത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി. സോ അത്രയും അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദേ വിൽ ബി മാത്സ് എക്സ്പേർട്സ്. ഓക്കെ. ഇത് എന്താ പറയുക, നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫീച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രയും പഠിക്കണം. നിങ്ങൾക്ക് ഒരു സബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടോപ്പ് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ പേരിൽ മൊത്തം ഇയറിലും നിങ്ങൾക്ക് കൊളാവരുത് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് അല്ലെങ്കിൽ അത്രയും ഫിൽട്ടർ ചെയ്തിട്ടുള്ള മെൻറ്റേഴ്സിനെ മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് കേരളാസ് ബെസ്റ്റ് ഫാക്കൾട്ടീസ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. വീക്ക്ലി ടെസ്റ്റുകൾ, വീക്ക്ലി എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. ഡെയിലി അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫോർ പ്രാക്ടീസ് നമ്മൾ തരുന്നുണ്ട്. അതായത് അഡാപ്റ്റീവ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ മാത്സിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ സൊല്യൂഷനൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പഠിക്കും. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും, ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത് പഠിക്കുമായിരുന്നു, അല്ലേ? ഇതാണ് നമ്മളുടെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളോട് തെറ്റിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ആർ അഡാപ്റ്റീവ് ഫീച്ചർ. അതായത് നിങ്ങളൊരു കൺസെപ്റ്റ് പോലും പഠിക്കാണ്ട് പോകരുത്. ആ ഒരു ലെവലിൽ തന്നെയാണ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അലൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മോഡൽ എക്സാംസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓരോ ടേം നടക്കുമ്പോഴും ഫൈനൽ എക്സാം നടക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ സബ്ജക്ട്സിൻ്റെയും മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. ഡെയിലി ഷെഡ്യൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഗെയിമിഫൈഡ് ലേണിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ആപ്പിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ആപ്പിൻ്റെ ഒരു ലേ ഔട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡെമോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നിങ്ങളുടെ ലേണിംഗ് എത്രത്തോളം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണോ അതെല്ലാം നമ്മൾ ആ ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡാപ്റ്റഡ് ലേണിംഗ് പാത്താണ്. നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് കൺസെപ്റ്റ്സും ക്ലിയർ ആക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്യാച്ചപ്പ് ഫോർ പെൻഡിങ് ടോപ്പിക്സ്. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ഡെയിലി ഷെഡ്യൂൾസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആപ്പ് തന്നെ റെക്കോർഡ് ചെയ്യും നിങ്ങൾ എത്രത്തോളം ചാപ്റ്റർ കവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നിങ്ങളുടെ എഫേർട്ട് ട്രാക്കർ ഉണ്ട്, നിങ്ങളുടെ എബിലിറ്റി ട്രാക്കർ ഉണ്ട്, നിങ്ങളുടെ സിലബസ് ട്രാക്കർ ഉണ്ട്. ഇതെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. അതായത്
നിങ്ങളുടെ ലേണിംഗ് ജേർണിയുടെ പ്രോഗ്രസ് അളക്കാൻ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ കംപ്ലീറ്റ് കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വളരെ എന്താ പറയുക എമർജൻസി സിറ്റുവേഷനിൽ, ഒരിക്കലും വരാൻ പാടില്ല, വളരെ എമർജൻസി ആയിട്ടൊക്കെ ഇപ്പം അസുഖം വന്നതിൻ്റെ പേരിലോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില ദിവസങ്ങളിൽ പെൻഡിങ് ടോപ്പിക്സ് കിടക്കാം. അത് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റിവൈസ് ആൻഡ് റീഇൻഫോഴ്സ്. സിംപ്ലി ഇത് തന്നെയാണ് നമ്മളുടെ പ്ലാനും. നിങ്ങളെ പഠിപ്പിക്കുക, അത് റിവൈസ് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ഏറ്റവും അടിപൊളി മാർക്സ് വാങ്ങിക്കുക. ഇത് തന്നെയാണ് നമ്മളുടെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ആൻഡ് AI ട്രാക്കേഴ്സ്, ഞാൻ പറയില്ലേ നിങ്ങൾക്ക് ആപ്പിൽ എല്ലാ ട്രാക്കേഴ്സും, നിങ്ങളുടെ എഫേർട്ട് ട്രാക്കർ ഉണ്ടാകും, എബിലിറ്റി ട്രാക്കർ ഉണ്ടാകും, സിലബസ് ട്രാക്കർ ഉണ്ടാകും, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്ന് വെച്ചിട്ട് ഓരോ സബ്ജക്ട്സിൻ്റെയും മാസ്റ്ററി എത്രത്തോളം ഉണ്ട് എന്നുള്ള വരെ രീതിയിലുള്ള കംപ്ലീറ്റ് ട്രാക്കേഴ്സ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ആപ്പിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിച്ച് ഈസ് യുവർ ടഫസ്റ്റ് സബ്ജക്ട്സ്, വിച്ച് ഈസ് യുവർ വീക്ക് സബ്ജക്ട്സ്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കുന്നത്, എത്ര സമയം അല്ലെങ്കിൽ എത്ര എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സും നോക്കുന്ന സമയത്ത് ഏതിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ളത്, ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ എന്താ പറയുക ടൈം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് പ്രോഗ്രസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൻ്റെ AI ട്രാക്കേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ ഇത്രയും നേരെ ഇരുന്ന് പറഞ്ഞില്ലേ, ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ തരാൻ പോകുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് 12,999 12,999 രൂപയായിരുന്നു നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഏർലി ബേർഡ് ഓഫറാണ്, അതായത് ആദ്യം വരുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ഫീസാണ് 9999, അതായത് 9,999. ഈ ഒരു പൈസയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ എമൗണ്ട് ഞാൻ പറയാനുള്ള കാരണം ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്രയും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ക്ലാസ്സസ്, ദ ബെസ്റ്റ് ഫീച്ചേഴ്സ്, നിങ്ങളുടെ ലേണിംഗ് ജേർണി എത്രത്തോളം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫീ എന്ന് പറയുന്നത് ആ ഒരു ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് വെരി ലോ. അപ്പോൾ ആ ഒരു നിങ്ങൾ എല്ലാവരിലേക്കും ഇത് എത്തട്ടെ, എല്ലാവരും ഇത് പഠിക്കട്ടെ, കേരളം മൊത്തം പഠിക്കട്ടെ എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫീസിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 9,999 റുപ്പീസിലാണ് ഈ ഒരു കംപ്ലീറ്റ് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മളുടെ ആപ്പ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ March 16 മാർച്ച് 16 നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ തുടക്കത്തിലും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം, ഈ ഒരു ഇയറിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, നിങ്ങൾ എത്രയാണോ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് ആ പെർസെൻറ്റേജിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ യു നീഡ് എ റൈറ്റ് ഗൈഡൻസ്. ആൻഡ് ഐ ഗ്യാരണ്ടി യു അത് ഞങ്ങൾക്കാവാൻ പറ്റും. കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് അത്രയും ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത്. സോ ജസ്റ്റ് കം ആൻഡ് ജോയിൻ വിത്ത് അസ്. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, either യു ക്യാൻ കോൾ ഇറ്റ്, അല്ലെങ്കിൽ താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ആൻഡ് ദാറ്റ്സ് all about our super batch. So if you want to be a super in your CBSE class 10, just come and join with us in our CBSE class 10 super batch.